എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടർച്ചയായ 6ാം സെഷനിലും പോസിറ്റീവിൽ, അതും നല്ല റാലി നടത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആഗോള മാർക്കറ്റുകളിൽ നിന്നുള്ള അനുകൂല സൂചനകളാണ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിച്ചത് എന്ന് വേണം കരുതാനായിട്ട്. ആദ്യമായിട്ട് പറയട്ടെ, നിങ്ങൾ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു ട്രേഡർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ചർച്ച ചെയ്യുന്നതാണ്, അതിൽ ഷെയർ ചെയ്യുന്നതാണ്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ 2025 ഫെബ്രുവരി 10 ശേഷം ആദ്യമായിട്ടാണ് നിഫ്റ്റി 23,500 എന്നുള്ള ആ കടമ്പ മറികടക്കുന്നത്. ട്രേഡിങ്ങിൻ്റെ തുടക്കത്തിൽ സെൻസെക്സ് 700ഓളം പോയിൻ്റാണ് ഉയർന്നത്. 77,000 എന്നുള്ള സൈക്കോളജിക്കൽ ലെവലിനും മുകളിലേക്ക് പോയി 78,107 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തു. അമേരിക്ക തുടങ്ങിവെച്ച വ്യാപാര യുദ്ധത്തെ തുടർന്നുള്ള ആശങ്കകൾ, അനിശ്ചിതത്വങ്ങളൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് നമ്മുടെ മാർക്കറ്റ് മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നത്. എങ്കിലും ഇൻവെസ്റ്റേഴ്സ് വളരെയധികം കരുതലോടുകൂടിയാണ് വിപണിയിൽ ഇടപെടുന്നത് എന്ന് വേണം കരുതാൻ. പ്രധാനമായി ബാങ്ക് സ്റ്റോക്കുകളിലാണ് മൂവ്മെൻറ്റ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. സെൻസെക്സ് 1078 പോയിൻ്റ് അഥവാ 1.40% ഉയർന്ന് 77,984 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചാർട്ടിൽ നോക്കുമ്പോൾ 78,034 കാണുക. ഇവിടെ 77,984 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 78,107 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തു. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 307 പോയിൻ്റ് അഥവാ 1.32% ഉയർന്ന് 23,658 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയുക 23,674, 23,658 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം 23,708 എന്ന ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്തു. എന്നാൽ മറ്റൊരു കാര്യം, 23,433 എന്ന ഇൻട്രാഡേ ലോ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ NSEയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ വിപണി മൂലധനം $4.79 ട്രില്യൺ അഥവാ 410.79 ലക്ഷം കോടിയായി ഉയർന്നിട്ടുണ്ട്. BSE സെൻസെക്സിലെ 30 ഘടക സ്റ്റോക്കുകളിൽ 24 എണ്ണവും ഇന്ന് നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. NTPC, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടെക് മഹീന്ദ്ര, പവർ ഗ്രിഡ് എന്നിവയായിരുന്നു ഇവിടെ പ്രധാന സ്റ്റോക്കുകൾ. നേരെ മറിച്ച് നെസ്ലെ ഇന്ത്യ, ഭാരതി എയർടെൽ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, സൊമാറ്റോ, ഇൻഡസിൻഡ് ബാങ്ക്, ടൈറ്റാൻ എന്നിവയാണ് മറ്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്ത 6 ഷെയറുകൾ. നിഫ്റ്റി മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് ഓരോന്നും 1% ഉയർന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി മീഡിയ ഇൻഡെക്സ് ഒഴികെ NSEയിലെ എല്ലാ സെക്ടറൽ ഇൻഡെക്സുകളും 2% വരെ നേട്ടത്തോടെയാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം നമ്മുടെ രൂപ ഇന്നും നേട്ടത്തിലാണ്. ട്രേഡിങ്ങിൻ്റെ തുടക്കത്തിൽ ഡോളറിനെതിരെ 12 പൈസ പോസിറ്റീവിൽ 85.86 എന്ന നിലയിലാണ് വിനിമയം നടത്തിയത്. വെള്ളിയാഴ്ച 38 പൈസയുടെ ഉയർച്ചയാണ് ഉണ്ടായത്. ഡൊമസ്റ്റിക് മാർക്കറ്റിലെ ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സാണ് രൂപയ്ക്ക് കരുത്തായിരിക്കുന്നത്. മറ്റൊരു കാര്യം, 2021 മുൻപ് വാങ്ങിയ സ്പെക്ട്രത്തിന് യൂസേജ് ചാർജ് ഒഴിവാക്കാൻ കേന്ദ്രം തീരുമാനിക്കുമെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. വോഡാഫോൺ, എയർടെൽ, ജിയോ എന്നിവയ്ക്ക് ഗുണകരമാകും. ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം എന്ന് വേണം കരുതാൻ. അതോടൊപ്പം തന്നെ അമേരിക്കൻ ഫെഡ് നയ തീരുമാനങ്ങൾക്ക് ആധാരമാക്കുന്ന പേഴ്സണൽ കൺസെക്ഷൻസ് എക്സ്പെൻഡിച്ചർ, അതായത് PCE, ആ റിസൾട്ട് ബുധനാഴ്ച വരും, മറ്റന്നാൾ. ഫുഡ് ആൻഡ് ഓയിൽ വിലകൾ ഒഴിവാക്കിയുള്ള PCE ജനുവരിയിലെ 2.6% നിന്ന് 2.7% ഉയരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്നും തുടങ്ങിയ റാലി ഇവിടെ എത്തി നിൽക്കുകയാണ്. നമ്മൾ ഇന്നലെ ഞായറാഴ്ച വീഡിയോയിൽ പറഞ്ഞ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ തന്നെയാണ് ഇന്ന് റെസ്പെക്റ്റ് ചെയ്ത് അല്പം താഴത്തേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ 23,700 അല്ല, 23,645 അങ്ങനെ
ആ ഒരു ലെവലാണ് പറഞ്ഞിരുന്നത്. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. 23,635 ആ റേഞ്ചിലാണ് നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നത്. അതിനും അല്പം മുകളിലേക്ക് പോയി. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ വിട്ട് കഴിഞ്ഞാലാണ് നമ്മൾ നെക്സ്റ്റ് 23,800 എന്നുള്ള, അതിനു മുൻപ് 23,750 എന്നുള്ളൊരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട്. അതിനുശേഷമാണ് 23,800 എന്നുള്ള ഒരു റെസിസ്റ്റൻസ്. ഓക്കെ, ഏതായിരുന്നാലും ഇന്ന് ആ ഒരു മേഖലയിൽ, ആ ഒരു സോണിൽ നിന്ന് തന്നെയാണ് ചെറുതായിട്ട് ഡൗൺ സൈഡിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലുകൾ നോക്കുകയാണെങ്കിൽ 23,400 നമ്മൾ ഫസ്റ്റ് റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനു മുകളിലാണ് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് റെസിസ്റ്റൻസ് 23,545. അവിടെ നിന്നും നമ്മൾ മെഷർമെൻ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 150 പോയിൻറ്റിൻ്റെ റാലി നിഫ്റ്റിയിൽ നടത്തിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിലും നമ്മൾ സെക്കൻഡ് റെസിസ്റ്റൻസിന് മുകളിൽ, ഫസ്റ്റ് റെസിസ്റ്റൻസിന് മുകളിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് റെസിസ്റ്റൻസ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു. നമ്മൾ ഇവിടെ നിന്ന് മെഷർമെൻ്റ് എടുക്കുകയാണെങ്കിൽ ഇതുവരെ 600 പോയിൻറ്റിൻ്റെ റാലി ബാങ്ക് നിഫ്റ്റിയിൽ നടന്നിട്ടുണ്ട്. സെൻസെക്സിലും സമാനമായ രീതിയിൽ തന്നെയാണ് സെക്കൻഡ് റെസിസ്റ്റൻസിന് മുകളിലാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മെഷർമെൻറ്റ് ഇവിടെ നിന്ന് പിടിക്കുകയാണെങ്കിൽ 500-600 പോയിൻറ്റിൻ്റെ റാലി സെൻസെക്സിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 3 ഇൻഡെക്സുകളും ഇന്ന് ആക്റ്റീവായിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും വലിയൊരു റാലി നമ്മൾ പ്രതീക്ഷിക്കുന്നു. 78,100 നമുക്ക് നാളെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. പക്ഷേ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് അതിൽ കാര്യമില്ലാതാവും. അതുകൊണ്ട് സെക്കൻഡ് റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു 78,300. ഫസ്റ്റ് സപ്പോർട്ട് 77,670. സെക്കൻഡ് സപ്പോർട്ട് 77,190. നമുക്ക് സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 51,990. ഓക്കെ, അതിന് മുമ്പ് റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരു 200 പോയിൻറ്റിൻ്റെ 51,770, 51,992 എന്ന് പറയുമ്പോൾ ഒരു 230ഓളം പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് വരുന്നുണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതുപോലുള്ള റാലികളാണെങ്കിൽ വെയിറ്റ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. നമുക്ക് സെക്കൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് 52,270. സപ്പോർട്ടിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 51,500. സെക്കൻഡ് സപ്പോർട്ട് 50,775. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 23,710 സപ്പോർട്ട് 23,575. സെക്കൻഡ് റെസിസ്റ്റൻസ് 23,756. സെക്കൻഡ് സപ്പോർട്ട് 23,430. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഈ ലെവലുകൾ വാച്ച് ചെയ്യാവുന്നതാണ്. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ കൃത്യമായി വരയ്ക്കുക. നാളെ ഇത് ബ്രേക്കൗട്ട് നടത്തുന്നുണ്ടോ എന്നുള്ളത് വാച്ച് ചെയ്യുക. മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.